നമസ്കാരം. ബാലറ്റ് റൈഡിന്റെ യാത്ര തൃശൂർ ജില്ലയിൽ തുടരുകയാണ്. ആനയെ പേടിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ അടുത്തേക്കാണ് നമ്മുടെ യാത്ര. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ നിരവധി വാർഡുകളിലാണ് വന്യമൃഗ ശല്യം കാരണം കർഷകരും സാധാരണക്കാരുമായ ആളുകളും ബുദ്ധിമുട്ടുന്നത് നമ്മൾ നിരന്തരം വാർത്തകളിൽ കാണുന്നതാണ്. അതിരപ്പള്ളിയിലെ ആനയെ പേടിച്ച് നിൽക്കുന്ന മനുഷ്യരുടെ അടുത്തേക്കാണ്. അതിരപ്പള്ളിയിലെ ആനശല്യം വലിയ പ്രയാസമുണ്ടാക്കുന്നുണ്ട് ഇവിടുത്തെ ജനതയ്ക്ക്. ഒരുപാട് വാർഡുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ ഇതേ പ്രശ്നമുണ്ട്. നിലവിലുള്ള പ്രശ്നം എന്ന് പറയുന്ന ആന ഇവിടെയുള്ള കൃഷി നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. മയിൽ വില്ലേജ് എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു സ്ഥാപനമുണ്ട്. ഒരുപാട് അശരണർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ ഡയറക്ടർ ഫാദർ ജോജി എനിക്കിപ്പം ചേരുകയാണ്. ഇവിടെ ഒരുപാട് തവണ ആന വന്നൂലേ ഈ അടുത്ത സമീപത്ത് തന്നെ? 3 മാസത്തിനുള്ളിൽ 4 പ്രാവശ്യം ആന ഇതിൻ്റെ അകത്ത് കയറി കൃഷി നശിപ്പിച്ചിട്ടുണ്ട്. അല്ലാത്ത സമയങ്ങളിലൊക്കെ ചിലപ്പോൾ ഇലക്ട്രിക് ഫെൻസ് ഉണ്ട്, അത് തട്ടി തിരിച്ചു പോയിട്ടുണ്ട്. 5-6 പ്രാവശ്യമെങ്കിലും മതിൽ പൊളിച്ചിട്ടുണ്ട്. പക്ഷെ 4 പ്രാവശ്യം അതിൻ്റെ അകത്ത് കയറി. ഈ 4 പ്രാവശ്യം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു മരം ഇലക്ട്രിക് ഫെൻസിലോട്ട് മറിച്ചിട്ടിട്ട് അത് അകത്തേക്ക് കയറി നമ്മുടെ കൃഷി മുഴുവനും, പ്രത്യേകിച്ച് വാഴയാണ്, അത് ശരിക്കും നല്ല കൊലയൊക്കെ ഉള്ള സമയത്താണ്. പേടിയോടൊപ്പം തന്നെ നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അതിൻ്റെ വിളവെടുക്കേണ്ട സമയമാകുമ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത്. സ്മൈൽ വില്ലേജ് അതിരപ്പള്ളിയുടെ അകത്താണ്. ഇതിന് ചുറ്റുമുള്ള എല്ലാ വീടുകളുടെയും സ്ഥിതി ഇത് തന്നെയാണ്. ഇവിടുത്തെ ജനപ്രതിനിധി നമ്മൾ മനുഷ്യന് സാധ്യമായതിനപ്പുറത്ത് ആണോ ഈ ആനകളുടെ ആക്രമണം, അല്ലെങ്കിൽ ആനയെ പേടിച്ച് എത്ര കാലം നമ്മൾ ഇങ്ങനെ പോകും? ഏകദേശം ഒരു 7-8 വർഷമായിട്ടാണ് ഈ കോട്ടാമല വെട്ടിക്കുഴി ഭാഗങ്ങളിലേക്ക് ഇതുപോലെ ആനശല്യം രൂക്ഷമായിട്ടുള്ളത്. പലതവണകളായിട്ട് നമ്മൾ പഞ്ചായത്ത് മുഖേനയും അല്ലെങ്കിൽ ഇതുപോലെ ആനകളുടെ കൂട്ടുകൃഷി സംഘത്തിൻ്റെ അധികാരികൾക്കൊക്കെ ഇതിൻ്റെ കത്തയക്കുകയും മറ്റു തീരുമാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെയ്യാവുന്ന രീതിയിലുള്ള കാടുകളൊക്കെ വെട്ടിത്തെളിക്കുന്നുണ്ടെങ്കിലും പക്ഷെ നമുക്ക് ശാശ്വത പരിഹാരം ഇതുവരെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഞാൻ 1ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. വോട്ട് ചെയ്യിക്കാൻ പോകുമ്പോൾ ആനശല്യം ആളുകൾ മുഴുവൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ടാവുമല്ലോ. പറയുന്നുണ്ട്. ഞങ്ങളൊക്കെ വൈകുന്നേരം ആനനെ ഓടിക്കാൻ പോകുന്ന കൂട്ടത്തിലുള്ളവരാണ്. അങ്ങനെയുള്ളവർ തന്നെ അവിടെ വരണം എന്നുള്ള ബേസിലാണ് നമ്മളോട് ഭയങ്കര സപ്പോർട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ ഇവിടെ ഒരു ബോർഡ് കണ്ടു. ഇങ്ങനെ ഒരു ബോർഡ് വെച്ചതിൻ്റെ ഉദ്ദേശം ഇതാണ്: ഇലക്ഷനായിട്ട് വോട്ട് ചോദിച്ച് വരുന്നവർക്ക് കാട്ടു മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടെയാണ് ജനപ്രതിനിധികളെങ്കിൽ നിങ്ങൾക്ക് വോട്ടില്ല. മനുഷ്യനൊപ്പം നിന്നാ വോട്ടുണ്ട്, മൃഗങ്ങൾക്കൊപ്പം ആണെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് നിർബന്ധമായി പറയുന്ന കാര്യം. സ്റ്റീഫൻ ഇടപെടുത്ത 2020 സ്ഥാനാർത്ഥി കൂടിയാണ് അല്ലെ? വോട്ട് ചോദിക്കാൻ പോകുന്ന സമയത്തെ നിങ്ങൾ രണ്ടാളും ഒരു പക്ഷേ എതിരായി മത്സരിക്കുന്ന ആളുകളാവും. പക്ഷെ എന്നാൽ പോലും എനിക്ക് ചോദിക്കാനുള്ളത്, രണ്ടുപേരും ഈ വിഷയത്തിൽ ഒന്നായിരിക്കല്ലോ. ഇത് ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗമാണ്, നമ്മുടെ ജീവന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ്. ഇതിൽ ഞങ്ങൾ ഒന്നിക്കുന്നു. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഒരേ വാർഡിൽ പരസ്പരം മത്സരിക്കുന്ന ആളുകളാണ്. പക്ഷെ ഇവർ ഒന്നിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ വന്യമൃഗ ശല്യം അത് തുരത്തണം എന്നുള്ളതാണ്. പക്ഷേ ആനയും മുതലയും മലയണ്ണാനും മാനും കുറുനരിയും എല്ലാം തെരഞ്ഞെടുപ്പ് വിഷയമാകുന്ന ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ മടങ്ങുന്നത്. വീണ്ടും നമുക്ക് മറ്റൊരു